എനിക്ക് ഷോക്കിംഗ് ആയി തോന്നിയത് ഇത് പലർക്കും അറിയില്ല. ഈ ഒരു ക്ലോക്ക് അവർ വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ കോർഡിയൽ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന രണ്ട് രാജ്യങ്ങളിൽ ഒരു രാജ്യം മറ്റേ രാജ്യത്തിനെ വൈപ്പ് ഔട്ട് ചെയ്യണം എന്ന ഒരു ക്ലോക്കും വെച്ച് ഒരു ടൈമറും വെച്ച് ഇത് ഇവരുടെ പലസ്തീനിയൻ സ്ക്വയറിൽ ഖുദ്സ് ഡേക്ക് സ്ഥാപിച്ച ക്ലോക്കാണ്. എത്രയോ 40 വർഷത്തിനുള്ളിൽ അല്ലെ ഇവര് തകർക്കും എന്ന് പറഞ്ഞിട്ട്. അതിന്റെ കൂടെ ഹൂത്തികളുടെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ആരിഫ്. ഞാൻ ആ ഇമേജ് എടുക്കുകയാണ്. ഹൂത്തി ഫ്ലാഗ് ഞാൻ ഇവിടെ എടുക്കുകയാണ്. അത് കാണിച്ചു കൊടുത്തിട്ട് പോയാൽ മതിയല്ലോ. എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ നാട്ടുകാരെ. അതെ, ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ. ഒരു വഴിക്ക് ഇറങ്ങിയതാണല്ലോ. സാധനം എടുത്തു. വന്താച്ച് ഹൂത്തികളുടെ ഫ്ലാഗും കൂടി ഒന്ന് കണ്ടാളാം. എവിടെ? യെസ്, ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. ഹൂത്തി മൂവ്മെന്റ് അവരുടെ ഫ്ലാഗിലാണ് അള്ളാഹു അക്ബർ, അൽ മൗത്തുൽ അമേരിക്ക, അൽ മൗത്തുൽ ഇസ്രായേൽ എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അൽ മൗത്ത് എന്താണ് അല യഹൂദ്, ഓക്കെ, അൻസാർ അൽ ഇസ്ലാം. ഇതാണ് ഡെത്ത് ടു ഇസ്രായേൽ, എ കേഴ്സ് അപ്പോൺ ദ ജ്യൂസ്. ഓക്കെ, ലാനത്ത് ലാന അല യഹൂദ്, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? വിക്ടറി ടു ഇസ്ലാം ആൻഡ് നസറുൽ ലിൽ ഇസ്ലാം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ തരത്തിലുള്ള സാധനമാണ് ഇവരുടെ സ്ലോഗനായിട്ട് മാറിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഇമ്പീരിയലിസം, ഇത് അമേരിക്കയാണോ ഇറാനാണോ, ഇതിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം, പേപ്പട്ടിമതം എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ പറയേണ്ടതായിട്ട് വരിക. ഇത് ആളുകൾക്ക് അറിയില്ല. ഇവിടെ തൊട്ട് മുന്നേ കാണിച്ച ആ സാധനം, ആ ഡെത്ത് ക്ലോക്ക് അല്ലേ, പാലസ്തീനിയൻ സ്ക്വയറിൽ. പിന്നുള്ളത് ഈ പറഞ്ഞ പതാക, ഇത് ഹൂത്തി മൂവ്മെൻറ്റിൻ്റെ പതാകയാണ് ഈ കാണുന്നത്. ഇത് രണ്ടും കൂടി വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ കൂടി കാണാൻ. ഓക്കെ.